Hi students, welcome to the new episode of your English class. നമ്മൾ നേരത്തെ ക്ലാസ്സുകളിൽ പഠിച്ചത് എന്തായിരുന്നു? ആദ്യം ഫസ്റ്റ് ചാപ്റ്റർ 3 L's of Empowerment, സെക്കൻഡ് ചാപ്റ്ററിൽ ഒരു പോയമാണ് പഠിച്ചത് എനി വുമൺ. ഈ രണ്ട് ചാപ്റ്ററുകളും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വിമൻ എംപവർമെൻറ്റിനെ ഫോക്കസ് ചെയ്തുള്ളതായിരുന്നു. അപ്പം ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. ഈ ഷോർട്ട് സ്റ്റോറിയിലും ഇതേ പോയിന്റ് തന്നെയാണ് വരുന്നത്. വിമൻ എംപവർമെൻ്റ് ആണ് ഇതിലും പ്രധാനമായിട്ടും പോയിൻ്റായിട്ട് വരുന്നത്. ഇറ്റ്സ് എ ഷോർട്ട് സ്റ്റോറി written by Ashapurna Devi. Ashapurna Devi is a prominent Bengali novelist and poet, widely honored with a number of prizes and awards. She was awarded the Jnanapith Award and Padma Shri by the Government of India in 1976. Ashapurna Devi വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബംഗാളി നോവലിസ്റ്റാണ്. പല അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. ജ്ഞാനപീഠ അവാർഡ്, പത്മശ്രീ, അങ്ങനെയുള്ള പല ബഹുമതികളും ലഭിച്ചിട്ടുണ്ട്. ദിസ് ഷോർട്ട് സ്റ്റോറി ഈസ് റിട്ടൺ ഇൻ ബംഗാളി ആൻഡ് ഇറ്റ് വാസ് ട്രാൻസ്ലേറ്റഡ് ബൈ പ്രസേൻജിത്ത് ഗുപ്ത. ഇത് യഥാർത്ഥത്തിൽ ബംഗാളിയിൽ എഴുതിയ ഒരു സ്റ്റോറിയാണ്. ഇത് പ്രസേൻജിത്ത് ഗുപ്തയാണ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദ മെയിൻ ഫോക്കസ് ഓഫ് ദി സ്റ്റോറി ഈസ് ദ അൺഹെൽത്തി റിലേഷൻഷിപ്പ് ഓഫ് എ ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു അൺഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് ഈ സ്റ്റോറിയിൽ അഷപൂർണ ദേവി പറയുന്നത്. ദ ഓതർ സേസ് ദാറ്റ് വിമൻ ഹാവ് ദെയർ പൊട്ടൻഷ്യൽ ടു ബേൺ എവറിഥിങ് ബട്ട് ദേ സ്റ്റേ കാം ആൻഡ് ക്വയറ്റ്. അഷപൂർണ ദേവി പറയുന്നു, എന്താണ്, സ്ത്രീകൾക്ക് എന്തെല്ലാം കഴിവുകൾ ഉണ്ട് എങ്കിൽ പോലും അവർ വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് വീട്ടിൽ തന്നെ ഒതുങ്ങിയിരിക്കുന്നു എന്നാണ് ആശപൂർണ ദേവി പറയുന്നത്. ഓക്കെ, വി ക്യാൻ മൂവ് ടു അവർ ചാപ്റ്റർ എ സ്റ്റോറി മാച്ച് ബോക്സ് ബൈ ആശപൂർണ ദേവി. The writer begins her story by comparing women to match boxes. അതാണ് ഈ സ്റ്റോറിയുടെ പേര് തന്നെ മാച്ച് ബോക്സ് എന്ന് വരാൻ കാര്യം. ഈ കഥയിൽ കഥാകൃത്ത് നമ്മളോട് പറയുന്നു, സ്ത്രീകൾ ഒരു മാച്ച് ബോക്സ് പോലെയാണ് എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. ഓക്കെ, ഐ ഓൾവേസ് കമ്പയർ വിമൻ ടു മാച്ച് ബോക്സസ്. വൈ? ബിക്കോസ് ഓഫ് ദ വേ മാച്ച് ബോക്സസ് ആർ. ഈവൻ ദോ they have enough gunpowder to set 100 lankas aflame, they sit around meek and innocent in the kitchen, in the pantry, in the bedroom, here, there, anywhere. Women too are exactly the same. ആശപൂർണ ദേവി തുടങ്ങുന്നു, ഐ ഓൾവേസ് കമ്പയർ വിമൻ ടു മാച്ച് ബോക്സസ്. ഞാൻ സ്ത്രീകളെ എപ്പോഴും മാച്ച് ബോക്സിനോടാണ് കമ്പയർ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, സ്ത്രീകൾ എല്ലായ്പ്പോഴും മാച്ച് ബോക്സ് പോലെയാണ്. അവർക്ക് ഒരു 100 കണക്കിന് ലങ്ക ഒരുമിച്ച് ദഹിപ്പിക്കാനുള്ള കഴിവ് അവരിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ട് എങ്കിൽ പോലും വളരെ ശാന്തമായി സ്വസ്ഥമായി അവിടെയും ഇവിടെയുമൊക്കെ ഇരിക്കുന്നു. ഒരു മാച്ച് ബോക്സ് എങ്ങനെയാണോ കലവറയിലും കിച്ചണിലും സ്റ്റോർ റൂമിലും ഒക്കെ അവിടെ ഇരിക്കുന്നത് പോലെ തന്നെയാണ് സ്ത്രീകളും എന്ന് പറഞ്ഞാണ് ആശപൂർണ ദേവി തുടങ്ങുന്നത്. യു വാണ്ട് ആൻ എക്സാമ്പിൾ? ആശപൂർണ ദേവി ചോദിക്കുന്നു, അതിനൊരു ഉദാഹരണം വേണോ? ദെൻ ലുക്ക് കെയർഫുള്ളി അറ്റ് ദാറ്റ് ഇനോമസ് 3-story ഹൗസ് ഇൻ ഫ്രണ്ട് ഓഫ് us. അങ്ങനെയാണെങ്കിൽ ദാ മുൻപിലുള്ള ആ 3 നില ബംഗ്ലാവിലേക്കൊന്ന് നോക്കിക്കേ. ആ ഇനോമസ് ആയിട്ടുള്ള വളരെ ബിഗ് ആയിട്ടുള്ള 3-story ഹൗസിലേക്കൊന്ന് നോക്കുക. നമ്മുടെ അറ്റൻഷൻ ആ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. സൺഡേ മോർണിംഗ് ദ വാഷർമാൻ ഹാസ് കം ആൻഡ് ഈസ് വെയിറ്റിംഗ്. വാഷർമാൻ എത്തിയിരിക്കുന്നു, അദ്ദേഹം വെയിറ്റ് ചെയ്യുകയാണ്. മൊമെൻറ്റ്സ് ബിഫോർ ഹാൻഡിങ് ഓവർ എ ഹീപ്പ് ഓഫ് അജിത്'s dirty clothes to the washerman, Nomida goes through the pockets one last time and discovers the letter. കുറച്ച് നിമിഷങ്ങൾക്ക് മുൻപാണ് വാഷർമാൻ എത്തിയത്. അദ്ദേഹം വരുന്ന സമയത്ത് നോമിത അവസാനമായിട്ട് അജിത്തിൻ്റെ ഉടുപ്പും പാൻറ്റുമൊക്കെ എടുത്തിട്ട് അതിൻ്റെ പോക്കറ്റിൽ ഒന്നുകൂടി ഒന്ന് പരിശോധിച്ചു. നമ്മളും അങ്ങനെ അല്ലേ, ഏതെങ്കിലുമൊക്കെ തുണി വാഷ് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ലാസ്റ്റ് ടൈം ഒന്നുകൂടി ഒന്ന് അതിൻ്റെ പോക്കറ്റിലൊക്കെ ഒന്ന് കൈയിട്ട് നോക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന്. അപ്പോൾ അങ്ങനെ നോക്കിയ സമയത്താണ് നോമിതയ്ക്ക് ഒരു ലെറ്റർ കിട്ടുന്നത്. എ ട്വിസ്റ്റഡ് ക്രംബിൾഡ് എൻവലപ്പ് with its mouth torn
ആൻഡ് ഓൺ ദ എൻവലപ്പ് നോമിതാസ് നെയിം. അങ്ങനെ ഒരു ലെറ്റർ കിട്ടി. ആ ലെറ്ററിൻ്റെ പരുവം അത് വളരെ മോശം അവസ്ഥയിലാണ്. ക്രംബിൾഡ്, ഞെരുക്കി, അത് ചുരുട്ടി കൂട്ടി, അതിൻ്റെ വക്കെല്ലാം കീറി, ഒരു തകർന്ന അവസ്ഥയിലൊരു കവറ്. അതിൻ്റെ പുറത്തോ നോമിതയുടെ പേരും. എ ഫ്ലെയിം ഗോസ് അപ്പ് ഡ്രോപ്പ് ഇൻ ഓൾ നോമിതാസ് നെർവ്സ് ആൻഡ് വെയിൻസ്. ദേഷ്യം വന്നു നോമിതയ്ക്ക്. അതും അടി മുതൽ മുടി വരെ അങ്ങ് ദേഷ്യം വന്നു. ഷീ ഡ്രോപ്സ് ദ ക്ലോത്ത്സ് ഇൻ ഹെർ ഹാൻഡ്സ് ആൻഡ് സിറ്റ്സ് ഓൺ ദ ബെഡ് ടു ഓപ്പൺ ദ ലെറ്റർ. പെട്ടെന്ന് തന്നെ കയ്യിലിരുന്ന തുണികൾ അവിടെ ഇട്ടിട്ട് ആ ബെഡിലേക്ക് അങ്ങ് ഇരുന്നു. എന്നിട്ട് എന്താണ്, ഈ ലെറ്റർ ഒന്ന് വായിക്കാനായിട്ട് തുടങ്ങി. ദ ഫസ്റ്റ് തിങ് ഷീ ലുക്സ് അറ്റ് ഈസ് ദ ഡേറ്റ്. ആദ്യമായി അവൾ ചെയ്തത് അതിൻ്റെ ഡേറ്റ് എന്നാണ് ഈ ലെറ്റർ കിട്ടിയത് എന്നറിയാനായിട്ട് അവൾ ആ ലെറ്ററിലെ ഡേറ്റിലേക്ക് നോക്കി. ഗോയിങ് ബൈ ദ ഡേറ്റ്, ദ ലെറ്റർ മസ്റ്റ് ഹാവ് കം അബൌട്ട് 3 days earlier. ഡേറ്റ് നോക്കിയപ്പോൾ അവൾ ഞെട്ടിപ്പോയി. കാരണം 3 days earlier, 3 ദിവസം മുൻപ് കിട്ടിയ ലെറ്ററാണ്. She turns over the envelope and matches the postmark to the date. അവൾ വീണ്ടും ആ കവർ എടുത്ത് ഒന്ന് മറിച്ചിട്ട് പോസ്റ്റ്മാർക്ക് ഒന്ന് നോക്കി. അതും ഡേറ്റുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ? ദാറ്റ് ടു ബെയർസ് ദ സെയിം വിറ്റ്നസ്. അതും 3 ദിവസമായി ഈ ലെറ്റർ വന്നിട്ട് എന്നുള്ളതിൻ്റെ സാക്ഷ്യമായിരുന്നു. യെസ്, ദ ലെറ്റർ കെയിം 3 days ago. അതെ, തീർച്ചയാണ്, ഈ ലെറ്റർ 3 ദിവസം മുമ്പ് എത്തിയ ലെറ്ററാണ്. ലെറ്റർ കെയിം 3 days ago. Ajit had opened it and read it, then crumbled it and twisted it and dropped it into his pocket and left it there. അജിത്താണ് ആ ലെറ്റർ എടുത്തത്. അത് വായിച്ചു, എന്നിട്ട് ചുരുട്ടിക്കൂട്ടി അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ തന്നെ ഇട്ടു. Hasn't felt the need to mention it even once to Nomita. അവൻ ഒരു തവണ പോലും ഇത് നോമിതയോട് ഇതൊന്ന് പറഞ്ഞേക്കാം എന്ന് പോലും തോന്നിയില്ല. ഒരു തവണ ഒന്ന് മെൻഷൻ ചെയ്തേക്കാം, ഒന്ന് സൂചിപ്പിച്ചേക്കാം എന്ന് പോലും അജിത്തിന് തോന്നിയില്ല. The flame that had gone up drop now burned steadily. അവൾക്ക് ആദ്യം വന്ന ദേഷ്യം അത് വീണ്ടും അങ്ങ് ഇരച്ചു കയറി. Hissing, sounding its note on each of her mind strings. അവളുടെ ശരീരത്തിലെ എല്ലാ ഞരമ്പുകളിലും ആ ദേഷ്യം ഇരച്ചു കയറി. Because this incident is not a casual oversight. It is deliberate. എന്തുകൊണ്ടാണ് അവൾക്ക് അത് അത്രമാത്രം ദേഷ്യം വന്നത്? Because this incident is not a casual one. ഇത് സാധാരണയായിട്ട് സംഭവിക്കുന്ന ഒരു കാഷ്വൽ മിസ്റ്റേക്ക് അല്ല. ഇറ്റ്സ് ഡെലിബറേറ്റ്, മനഃപൂർവ്വമാണ്. വളരെ മനഃപൂർവ്വമായിട്ട് തീരുമാനിച്ചുറപ്പിച്ച് അവൾക്ക് ആ ലെറ്റർ കൊടുക്കാത്തതാണ്. അജിത്സ് നേച്ചർ ഈസ് എക്സാക്ട്ലി ലൈക്ക് ദാറ്റ്. അവൻ്റെ സ്വഭാവം അങ്ങനെ തന്നെയാണ്. എല്ലായ്പ്പോഴും ഇങ്ങനെയാണ്. ഒരു ലെറ്റർ കിട്ടിയാൽ അതൊരിക്കലും നോമിതയ്ക്ക് കൊടുക്കാറില്ല. Somehow he has gained possession of the key to the letter box, fishing it through the gaps among the 52 hands of this joint family. ഒരു തരത്തിലാണ് 52 കരങ്ങൾ കടന്ന്, അതായത് ആ ജോയിൻറ്റ് ഫാമിലിയിലുള്ളവരുടെ കണ്ണ് വെട്ടിച്ച് ഈ താക്കോല്, ലെറ്റർ ബോക്സിൻ്റെ താക്കോല് ഒരു തരത്തിലാണ് അജിത്ത് ഒന്ന് കരസ്ഥമാക്കിയത്. And whenever there is a letter with Nomita's name on the envelope, he opens and reads it first. എപ്പോഴെങ്കിലും ആ ലെറ്റർ ബോക്സിൽ ഒരു ലെറ്റർ നോമിതയുടെ പേരിൽ കണ്ടാൽ ഉടനെ അദ്ദേഹം എന്ത് ചെയ്യും? ഹി ഓപ്പൺസ് ഇറ്റ് ആൻഡ് റീഡ് ഇറ്റ്. അദ്ദേഹം അത് എടുക്കുന്നു, അത് പൊട്ടിച്ച് വായിക്കുന്നു. ആൻഡ് ഓൺലി ദെൻ ഡസ് ഹി ഗീവ് ഇറ്റ് ടു ഹെർ. എന്നിട്ട് മാത്രമാണ് നോമിതയ്ക്ക് കൊടുക്കുന്നത്. ഇറ്റ്സ് പോസിബിൾ ദാറ്റ് ഓഫൻ ടൈംസ് ഹി ഡസൻ ഗീവ് ഇറ്റ് ടു ഹെർ അറ്റ് ഓൾ. പലപ്പോഴും അത് വായിച്ചിട്ട് തിരിച്ചു കൊടുക്കും. പക്ഷേ ഇപ്രാവശ്യം എന്ത് ചെയ്തു? അത് കൊടുത്തു പോലുമില്ല. അറ്റ്ലീസ്റ്റ് ദാറ്റ് ദ സസ്പീഷൻ ദാറ്റ് ഹാസ് ടേക്കൻ ഡീപ്പ് റൂട്ട് ഇൻ നോമിതാസ് മൈൻഡ്. അതുകൊണ്ടാണ് നോമിതയ്ക്ക് ആ ഒരു സംശയം വന്നത്. ഈവൻ ദോ ടു ദിസ് ഡേ അജിത് കനോട്ട് ട്രൂത്ത്ഫുള്ളി മേക്ക് ദ ക്ലെയിം ദാറ്റ് ഹി ഹാസ് ബീൻ ഏബിൾ ടു ഡിസ്കവർ എനി ലെറ്റർ ഇൻ ദ സ്ലൈറ്റസ്റ്റ് ഡിഗ്രി സസ്പീഷ്യസ്. ഇത്രയും ദിവസമായിട്ട് ഇതുവരെ ചെറിയൊരു സംശയം പോലും തരാതെയാണ് ഈ ലെറ്റർ മറച്ചു പിടിച്ചേക്കുന്നത്. സ്റ്റിൽ ദിസ് അഗ്ലി ഹാബിറ്റ് ഓഫ് ഹിസ് വോണ്ട് ഗോ. അവൾ തീരുമാനിച്ചു അവൻ്റെ ഈ ഒരു മോശം സ്വഭാവം അതിനി അങ്ങോട്ട് സഹിച്ചു കൊടുക്കാൻ പറ്റില്ല. നോട്ട് വിത്ത് നോമിതാസ് ആങ്കർ, നോട്ട് വിത്ത് ഹെർ ടേക്കിംഗ് ഒഫൻസ്, നോട്ട് വിത്ത് ബിറ്റർ റിപ്രോച്ചസ്, ഹെർ ട്രൈങ് ടു ഷെയിം ഹിം, സർക്കാസം, നോട്ട് വിത്ത് എനിത്തിങ്. ഇനി പരിഹസിച്ചിട്ട് കാര്യമില്ല, ഇനി അദ്ദേഹത്തോട് വഴക്കിട്ടിട്ടും ഒന്നും കാര്യമില്ല, നല്ലൊരു ശിക്ഷ കൊടുക്കണം. ഇഫ് ഷീ മെൻഷൻസ് ഇറ്റ് ഫസ്റ്റ് ഹി ട്രൈസ് ടു ലാഫ് ഇറ്റ് അവേ. ഈ കാര്യത്തെക്കുറിച്ച് എപ്പോഴെങ്കിലും സൂചിപ്പിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്യും? അത് വളരെ തമാശയായിട്ട് ലാഫ് ഇറ്റ് അവേ. And if laughter doesn't get him out of deep water, he scolds her. ഇനി ചിരിച്ചിട്ടും അവൾക്ക് ദേഷ്യം വന്നുവെങ്കിൽ എന്ത് ചെയ്യും? അവളെ തിരിച്ചൊരു ദേഷ്യപ്പെടിയിലാണ്. She sits perfectly still for a minute and reads the letter through.
ഒരു നിമിഷം അവിടെ നിശ്ചലമായിട്ടിരുന്ന് ആ ലെറ്റർ വായിച്ചു. ഇറ്റ്സ് നത്തിങ് മച്ച് എ ലെറ്റർ ഫ്രം നോമിതാസ് മദർ. ആരുടെ ലെറ്റർ ആയിരുന്നു അത്? അത് മറ്റാരുടെയും ലെറ്റർ അല്ല, തൻ്റെ അമ്മയുടെ ലെറ്ററാണ്. It's a standard speech. The good woman has once again placed on the record the news of her various hardships and complaints getting worse. ഒരിക്കൽ കൂടി അമ്മയുടെ പരാതികളെല്ലാം എഴുതി നിറച്ചൊരു ലെറ്ററാണിത്. അമ്മയുടെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച്, ഹാർഡ്ഷിപ്സ്, കംപ്ലയിൻസ്, പരാതികൾ എല്ലാം ഇതിനകത്തുണ്ട്. മിസ്ഫോർച്യൂൺ അപ്പോൺ മിസ്ഫോർച്യൂൺ, ദൗർഭാഗ്യത്തിൻ്റെ പിന്നാലെ വരുന്ന ദൗർഭാഗ്യങ്ങൾ. ദ സീലിംഗ് ഓഫ് എ റൂം ഇസ് ക്രാക്ഡ്, സ്വന്തം മുറിയുടെ സീലിംഗ് അതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നു. ആൻഡ് ദെൻ റെയിൻ വാട്ടർ ഫോൾസ് ത്രൂ ദ സീസ്ലെസ് സ്ട്രീംസ്, അതിലൂടെ മഴവെള്ളം വലിയ അരുവി പോലെയാണ് ഒഴുകി വരുന്നത്. As this is not immediately remedied, she will have to die crushed under the weight of a collapsed roof. അമ്മ എന്താണ് പരാതി പറയുന്നത്? അമ്മ പറയുന്നു, ഇതുടൻ തന്നെ പരിഹരിച്ചില്ല എങ്കിൽ ഈ വീട് ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീഴും, ഞാൻ ഇവിടെ കിടന്ന് മരിക്കും. Of course, she does not did that eventually. Her daughter is acute, her son-in-law high-minded, large-hearted, therefore etc. etc. അമ്മ ഒരിക്കൽ പോലും ഇവരെ കുറിച്ച് ബോധേഡാവുന്നില്ല. കാരണം തൻ്റെ മകളെ നല്ലൊരു രാജ്ഞിയെ പോലെയാണ് കല്യാണം കഴിച്ചു വിട്ടിരിക്കുന്നത്. സണ്ണിലോ ആണെങ്കിൽ വളരെ വിശാല ഹൃദയനാണ്, ലാർജ് ഹാർട്ടഡ് ആയിട്ടുള്ള ആളാണ്. സോ there is no need to bother about them. അവരെക്കുറിച്ച് ഓർത്ത് ബോധേഡാവേണ്ട കാര്യമില്ല. An indignant widow without husband or son, she was successful in consigning her daughter to a wealthy family's house on the strength of her looks alone. അമ്മ ഒരു തരത്തിലാണ് ഇവളെ ഒരു വെൽത്തി ഫാമിലിയിലേക്ക് കല്യാണം കഴിച്ചു വിട്ടത്. ബട്ട് ദ ഗുഡ് ലേഡി ഹാസ് നെവർ സ്റ്റോപ്പ് ടു ടേക്കിംഗ് ക്രെഡിറ്റ് at the slightest opportunity for her skill in the matter, and she has been finding such opportunities all alone. പലപ്പോഴും അത് മാക്സിമം അമ്മ യൂട്ടിലൈസ് ചെയ്യുന്നുമുണ്ട്. Whenever Ajit sees a new letter from Nomita's mother, he smiles derisively and says, "Why bother to read that? I'll go and fill a money order form." എപ്പോഴെങ്കിലും അമ്മയുടെ ഒരു ലെറ്റർ എത്തിക്കഴിഞ്ഞാൽ ഉടനെ അജിത്ത് ഇവളെ കളിയാക്കി പറയും, എന്തിനാ ലെറ്റർ വായിക്കണം? ദർ ഇസ് നോ നീഡ് ടു റീഡ് ദറ്റ് ലെറ്റർ. അത് വായിക്കേണ്ട ആവശ്യമില്ല. പിന്നെ എന്താണ് ചെയ്യേണ്ടത്? ഐ വിൽ ഗോ ആൻഡ് ഫിൽ ഔട്ട് എ മണി ഓർഡർ ഫോം. അങ്ങോട്ട് മാറി ഒരു മണി ഓർഡർ ഫോം ഫില്ല് ചെയ്ത് അമ്മയ്ക്ക് അങ്ങ് അയച്ചു കൊടുത്താൽ മതി. കാരണം അമ്മ എപ്പോഴും പൈസ ചോദിച്ചുകൊണ്ടാണല്ലോ ലെറ്റർ അയക്കുന്നത്. നോമിതാസ് ഹെഡ് ഹാങ്സ് ലോ വിത്ത് ദ ഷെയിം ആൻഡ് ദ ഇൻസൾട്ട് ഓഫ് ഇറ്റ്. നോമിതയ്ക്ക് ഇത് വളരെ വലിയൊരു നാണക്കേടാണ്. സോ സം ടൈം എഗോ, ഔട്ട് ഓഫ് ആങ്കർ ആൻഡ് ഗ്രീഫ്, നോമിത ഫോർബേഡ് ഹെർ മദർ ഫ്രം റൈറ്റിംഗ് ടു ഹെർ ഓൺ പോസ്റ്റ് കാർഡ്സ്. അങ്ങനെ നാണക്കേട് സഹിക്കവയ്യാതെയായിട്ട് ഒരു ദിവസം അമ്മയോട് പറഞ്ഞു, അമ്മേ ദയവ് ചെയ്ത് അമ്മ പോസ്റ്റ് കാർഡിൽ ലെറ്റർ അയക്കരുത്. ഷീ തോട്ട് ദാറ്റ് ഫ്രം ദെൻ ഓൺ ഷീ ട്രൈ ടു സെൻഡ് ഹെർ എ ലിറ്റിൽ മണി whatever she could pull together in secret. അന്ന് മുതൽ അമ്മയ്ക്ക് കുറച്ച് പൈസ കളക്ട് ചെയ്ത്, ഒരു തരത്തിൽ സീക്രട്ടായിട്ട് കളക്ട് ചെയ്യുന്ന പൈസ കളക്ട് ചെയ്ത് കൊടുക്കാനും തുടങ്ങി. സോ ദിസ് വാസ് വാട്ട് കെയിം ഓഫ് ലെറ്റേഴ്സ് ഇൻ എൻവലപ്സ് ടു. പക്ഷേ അതിനുശേഷം അമ്മ എന്ത് ചെയ്യും? അമ്മ ലെറ്റർ എൻവലപ്പിലാക്കിയാണ് ഇങ്ങോട്ട് സെൻഡ് ചെയ്യുന്നത്. സഡൻലി നോമിത ഫ്ലെയിംസ് ഇൻ ടു ആങ്കർ അറ്റ് ഹെർ മദർ. പെട്ടെന്ന് തന്നെ നോമിതയ്ക്ക് ദേഷ്യം അമ്മയോടായി. Why doesn't she keep on begging like this? എന്തിനാണ് അമ്മ എല്ലാ ദിവസവും ഇങ്ങനെ ബെഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇരുന്നുകൊണ്ടിരിക്കുന്നത്? Why won't she let Nomita keep her self-respect, her dignity? അല്ലേ, തനിക്കുണ്ട്, അഭിമാനമുണ്ട്. അതൊക്കെ എന്തുകൊണ്ടാണ് അമ്മ ഇങ്ങനെ ഒന്നും കരുതാതെ ലെറ്റർ അയക്കുന്നത്? No, this time she will write and tell her mother clearly. ഇപ്രാവശ്യം അമ്മയ്ക്ക് ലെറ്റർ അയക്കുമ്പോൾ ഞാൻ വളരെ കൃത്യമായിട്ട്, വളരെ ക്ലിയർ ആയിട്ട് അമ്മയോട് പറയും, I can't do any more. ഇതിൽ കൂടുതലൊന്നും ഒരു സഹായവും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. Don't hope for anything from me. എന്നിൽ നിന്ന് ഇനി ഇതിലപ്പുറത്തേക്ക് ഒന്നും പ്രതീക്ഷിക്കേണ്ട. Don't hope anything from me. എന്നിൽ നിന്ന് ഇനി യാതൊന്നും അമ്മ പ്രതീക്ഷിക്കേണ്ട. സോ ലെറ്റർ ഒന്നും അയക്കേണ്ട എന്ന് പറയും. Right then, Ajit steps into the room after finishing his leisurely Sunday bath. ഇപ്പോഴാണ് അങ്ങനെ ഓരോ കാര്യം ചിന്തിച്ച്, അജിത്ത് ലെറ്റർ വായിച്ച കാര്യവും അമ്മ പരാതി അയച്ച കാര്യവും എല്ലാം ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് അജിത്ത്, സൺഡേ അല്ലേ, വളരെ വിശാലമായൊരു കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങ് കയറി വരികയാണ്. Nomita's sharp indignation at the insult, simmering all this while, ceased to want to dash itself violently against him. നോമിത അതുവരെ പിടിച്ചു വെച്ചിരുന്ന ദേഷ്യമെല്ലാം അദ്ദേഹത്തിലേക്ക് നേരെ തിരിച്ചുവിട്ടു. നോമിത റോൾസ് ഔട്ട്, അലറി അല്ലേ, നോമിത റോൾസ് ഔട്ട്. വെൻ ഡിഡ് ദിസ് ലെറ്റർ അറൈവ്? എന്നാണ് ഈ ലെറ്റർ എത്തിയത്? അജിത്ത് ഗ്ലാൻസസ് അറ്റ് ഹെർ ഒബ്ലിക്ലി, എസ്റ്റിമേറ്റിംഗ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഹിസ് എറർ.
അജിത്ത് ഒന്ന് പാളി നോക്കി നോമിതയുടെ മുഖത്തേക്ക്. താൻ ചെയ്ത തെറ്റ് എത്രമാത്രം വലുതാണ്, അതിൻ്റെ ആ ഒരു ആഴം എത്രമാത്രം ഉണ്ട് എന്ന്, നോമിതയ്ക്ക് എത്ര ദേഷ്യമുണ്ടെന്ന് അറിയാനായിട്ട് അജിത്ത് ഒന്ന് പതുക്കി ഒന്ന് പാളി നോക്കി. അനദർ ഹാൻഡ്ഫുൾ ഓഫ് ക്യാഷ് ഫോർ ദിസ് ഹി ഹാഡ് തോട്ട്. എന്നിട്ട് നോമിതയോട് ഇത് പറഞ്ഞു. നോമിതയോട് പറയാതെ ചിന്തിക്കുകയാണ്. ഓ, ഇപ്പോൾ ലെറ്റർ വന്നെന്ന് വിചാരിച്ചെന്താ, കുറച്ച് പൈസ കൊടുത്താൽ പോരെ. ആൻഡ് ഡിസൈഡഡ് നോട്ട് ടു ഗീവ് ദ ലെറ്റർ ടു നോമിത. അങ്ങനെ വിചാരിച്ചാണ് നോമിതയ്ക്ക് ആ ലെറ്റർ കൊടുക്കാതെ അദ്ദേഹം അത് കയ്യിൽ കരുതിയത്. ഹി വാസ് ഗോയിങ് ടു ടിയർ ഇറ്റ് അപ്പ് ആൻഡ് ത്രോ ഇറ്റ് അവേ. ഇസ് മെയ്ഡ് എ ബിഗ് മിസ്റ്റേക്ക്. ആ ലെറ്റർ കിട്ടിയത് വായിച്ചിട്ട് കീറി ദൂരെ എറിഞ്ഞാൽ മതിയായിരുന്നു. ഒരു വലിയ തെറ്റാണ് താൻ ചെയ്തത്. നോട്ട് ദാറ്റ് അജിത്ത് ഈസ് ഗോയിങ് ടു ഫീൽ അബാഷ്ഡ് അബൌട്ട് ദാറ്റ്. ആ ലെറ്ററിൻ്റെ പേരിൽ, അതുകൊണ്ടാണ്, അത് കീറി എറിയാത്തത് കൊണ്ടാണ് തനിക്കിപ്പോൾ നാണം കെടേണ്ടി വന്നത്. ആസ് ദോ ട്രൈങ് ഹാർഡ് ടു റിമെമ്പർ ഹി സേസ്. അങ്ങനെ ആ ലെറ്ററിൻ്റെ കാര്യം ചോദിച്ചപ്പോഴേക്കും വളരെ ഓർത്തെടുക്കുന്ന പോലെ അദ്ദേഹം ചോദിച്ചു, ലെറ്റർ? വാട്ട് ലെറ്റർ? ലെറ്ററോ? ഏത് ലെറ്റർ? ഓ യെസ് യെസ് ഇൻഡീഡ്, ദർ വാസ് എ ലെറ്റർ ഫ്രം യുവർ മദർ. നേരാണ്, ഒരു ലെറ്റർ വന്നായിരുന്നു. ഇറ്റ്സ് ഫ്രം യുവർ മദർ, നിൻ്റെ അമ്മയുടെ ലെറ്ററാണ്. ഐ ജസ്റ്റ് ഹാഡ്ന്റ് ഗോട്ട് അറൗണ്ട് ടു ഗിവിങ് ഇറ്റ് ടു യു. നിന്നെ സമയത്തിന് കിട്ടിയില്ല. ഞാൻ നിന്നെ എവിടെയൊക്കെ അന്വേഷിച്ചായിരുന്നു, പക്ഷെ നിന്നെ എനിക്ക് കണ്ടുകിട്ടാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാനത് നിനക്ക് തരാത്തത്. വൈ ഹാഡിൻറ്റ് യു ഗോട്ട് അറൗണ്ട് ടു ഇറ്റ്? എന്തുകൊണ്ട് എന്നെ കണ്ടില്ല? വൈ ആൻസർ മീ. വൈ ഹാഡിൻറ്റ് യു ഗോട്ട് അറൗണ്ട് ടു ഇറ്റ്? നീ എന്തുകൊണ്ടാണ് എനിക്ക് ആ ലെറ്റർ തരാത്തത്? എന്തുകൊണ്ടാണ് എന്നെ സൗകര്യത്തിന് കിട്ടാത്തത്? വാട്ട് എ ന്യൂസൻസ് അജിത്ത് സേസ്, ഐഡ് ഫർഗോട്ടൻ. വൈ എൽസ്? അജിത്തിന് ദേഷ്യം വന്നു. അജിത്ത് പറഞ്ഞു, എന്തൊരു ശല്യമാണ്, ന്യൂസൻസ് ആണിത്. ഞാനത് മറന്നുപോയി, അല്ലാതെ ഇപ്പം എന്നാ. ലയർ. നോമിത ഹിസസ് ലൈക്ക് എ സ്നേക്ക്. നോമിത ഒരു സ്നേക്കിനെ പോലെ, ഒരു പാമ്പിനെ പോലെ അലറി, നീ നുണ പറയുകയാണ്. വൈ ആർ യു സേയിങ് വാട്ട് എവർ കംസ് ടു യുവർ മൗത്ത്? ഡോണ്ട് പീപ്പിൾ ഫോർഗെറ്റ്. നിനക്ക് വായി തോന്നുന്നങ്ങ് വിളിച്ചു പറഞ്ഞാൽ മതിയോ? ഇത് ആൾക്കാർ ഓർത്തിരിക്കും. നോ ദേ ഡോണ്ട്. വൈ ഡിഡ് യു ഓപ്പൺ മൈ ലെറ്റർ? നീ എന്തിനാണ് എൻ്റെ ലെറ്റർ ഓപ്പൺ ചെയ്തത്? ദിസ് ചാർജ് അജിത്ത് ട്രൈസ് ടു സ്കാറ്റർ ടു ദ വിൻസ്. അജിത്ത് ഈ ഒരു കുറ്റം അത് അജിത്ത് എന്തിനു ശ്രമിച്ചു? സ്കാറ്റർ ടു ദ വിൻസ്, കാറ്റിൽ പറത്താൻ ശ്രമിച്ചു. വാട്ട് ഇഫ് ഐ ഓപ്പൺ ഇറ്റ്? മൈ ഓൺ വോയിസ് ലെറ്റർ. ഞാൻ ആ ലെറ്റർ വായിച്ചെന്ന് വിചാരിച്ചെന്താ? ഇറ്റ്സ് മൈ ഓൺ വോയിസ് ലെറ്റർ, സോ ദർ ഇസ് നോ പ്രോബ്ലം. അത് വായിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല. ബി ക്വയറ്റ്, ഐ ടെൽ യു. ഫോർ വാട്ട് റീസൺ ഷുഡ് യു ഓപ്പൺ മൈ ലെറ്റേഴ്സ്? നീ വലിയ ഒച്ചയൊന്നും വെക്കണ്ട. ഫോർ വാട്ട് റീസൺ, എന്ത് കാരണത്താലാണ് യു ജസ്റ്റ് ഓപ്പൺ ആൻഡ് റീഡ് മൈ ലെറ്റർ? നീ ആ ലെറ്റർ ഓപ്പൺ ചെയ്ത് വായിച്ചത്. ഹാവിൻറ്റ് ഐ ടോൾഡ് യു 1,000 times നോട്ട് ടു? അങ്ങനെ ചെയ്യരുത് എന്ന് ഞാൻ നിന്നോട് 1000 തവണ പറഞ്ഞിട്ടില്ലേ? അജിത്ത് ഡസൻ ഫിയർ നോമിതാസ് ആങ്കർ, ഹി ഫിയേഴ്സ് എ റോ. അജിത്തിന് നോമിതയുടെ ദേഷ്യം ഒരു ഭയമായിരുന്നില്ല, പക്ഷേ ആ വീട്ടിൽ ഒരു വലിയ വഴക്കുണ്ടാകുമോ, ഒരു കലഹമുണ്ടാകുമോ എന്ന് അദ്ദേഹം ഭയന്നു. സോ ഹി സ്മൈൽസ് ആൻ അഫക്റ്റഡ് സ്മൈൽ ആൻഡ് സേസ്. അതുകൊണ്ട് അവളെ നോക്കി ഒന്ന് സ്നേഹത്തോടു കൂടി പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇഫ് യു ആർ ഫോർബിഡിങ് ഇറ്റ് ദെൻ ഇറ്റ്സ് എ ഡെഫിനിറ്റ് സംതിങ്. ഷുഡിൻറ്റ് ഐ മേക്ക് ഷുവർ ദാറ്റ് നോ വൺസ് പാസിങ് യു ലവ് ലെറ്റേഴ്സ് ഇൻ സീക്രട്ട്? നീ അത് വിട്ടില്ലേ? എനിക്കറിയണ്ടേ നിനക്ക് ആരെങ്കിലും ലവ് ലെറ്റർ അയക്കുന്നുണ്ടോ എന്ന് എനിക്ക് തീർച്ചയാക്കണ്ടേ. അതിനുവേണ്ടിയാണ് നിനക്ക് വരുന്ന ലെറ്ററുകൾ ഞാൻ പൊട്ടിച്ചു വായിക്കുന്നത്. സ്റ്റോപ്പ് ഇറ്റ്, വാട്ട് എ കോമൺ വൾഗർ മൻ യു ആർ. നോമിതയ്ക്ക് ദേഷ്യം വന്നു. നല്ല ദേഷ്യത്തിൽ നിൽക്കുമ്പോഴാണ് ലവ് ലെറ്റർ അയക്കുന്ന കാര്യം ചോദിക്കുന്നത്. നോമിത ദേഷ്യത്തിൽ പറഞ്ഞു, സ്റ്റോപ്പ് ഇറ്റ് വൾഗർ മാൻ. നിങ്ങൾ എന്തൊരു വഷളനാണ്, നിർത്തിക്കോണം എന്ന് പറഞ്ഞു. ആഫ്റ്റർ ദിസ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഫോർ അജിത്ത് ടു സ്മൈൽ ഹിസ് ഫേക്ക് സ്മൈൽ എനി ലോങ്ങർ. അതിനുശേഷം അജിത്തിന് ആ ഫേക്ക് സ്മൈൽ കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിച്ചില്ല. നൗ ഹീ ടു പിക്സ് അപ്പ് ദ പോയിസൺ നൈഫ്. ഇപ്പോൾ അദ്ദേഹവും ദേഷ്യത്തിൽ തന്നെയാണ്. ഹീ ടു പിക്സ് അപ്പ് ദ പോയിസൺഡ് നൈഫ്. മൂർച്ചയേറിയ വാള്, അതും വിഷം പുരട്ടിയ വാള് അദ്ദേഹവും കയ്യിലെടുത്തു. ദേഷ്യം, ആങ്കർ. ഹി സേസ്, ഈസ് ദാറ്റ് സോ? Those who whine day and night and hold out their palms to their son-in-law, they are the high-class people. രാവും പകലും മരുമകൻ്റെ നേരെ കൈ നീട്ടിക്കൊണ്ടിരിക്കുന്നവരാണോ ഹൈ ക്ലാസ് പീപ്പിൾ? എ ഡക്ക് പിക്കേഴ്സ് ഡോട്ടർ ബിക്കംസ് എ ക്യൂൺ ആൻഡ് സോ. ഒരു ഡക്ക് പിക്കറുടെ മകളാണിപ്പോൾ ഒരു ക്യൂണായിട്ടിരിക്കുന്നത്. എന്നിട്ട് അവളുടെ അഹങ്കാരം. ഷട്ടപ്പ് നോമിത എൽസ്. നോമിതയ്ക്ക് അരിശം വന്നു. നോമിത പറഞ്ഞു, നിർത്തിക്കോണം, മിണ്ടിപ്പോകരുത്. Their rooms on the 3rd floor, that's a blessing. ഭാഗ്യത്തിന് അവരുടെ മുറി 3ാം നിലയിലാണ്, അതുകൊണ്ട് അതൊരു അനുഗ്രഹമായി. അതർവൈസ് വിത്ത് ദാറ്റ് സ്ക്രീൻ എവ്രി വൺ വുഡ് ഹാവ് കം ടു ലുക്ക്. അല്ലെങ്കിൽ ആ ഒരു ഒറ്റ അലർച്ച മതിയായിരുന്നു എല്ലാവരും അങ്ങോട്ട് ഓടി വരാൻ. ഷട്ടപ്പ്, അജിത്ത് റോൾസ് ഔട്ട്. വാട്ട് ഷട്ടപ്പ്? I'll do what I want, what I please. What will you do? Can you do anything? ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും.
ഞാൻ എൻ്റെ ഇഷ്ടം പോലെ പ്രവർത്തിക്കും, നീ എന്താ എന്നെ കാണിക്കാൻ പോകുന്നത്? ഐ കാൺ ഡു എനിത്തിങ്. നോമിതയ്ക്കും ദേഷ്യം വന്നു. എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലേ? ഓൾമോസ്റ്റ് പാൻറ്റിങ്, നോമിത പ്രൊനൗൺസസ് ഈച്ച് വേർഡ് ക്ലിയർലി. വളരെ വ്യക്തമായിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലേ എന്നാണ് നോമിത ചോദിക്കുന്നത്. യു വാണ്ട് ടു സീ ഇഫ് ഐ ക്യാൻ ഡു എനിത്തിങ്. നിനക്ക് കാണണോ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് നിനക്ക് കാണണോ എന്ന് ചോദിച്ചുകൊണ്ട് നോമിത. ആൻഡ് ഇമ്മീഡിയറ്റ്ലി ഷീ ഡസ് സംതിങ് ദറ്റ് ഈസ് അസ്റ്റോണിഷിങ്. വളരെ പെട്ടെന്ന് തന്നെ, അത്രയും ആ ചോദ്യം ചോദിച്ചങ്ങ് നിർത്തുന്ന പെട്ടെന്ന് തന്നെ അവൾ അത്ഭുതകരമായ ഒരു കാര്യം പ്രവർത്തിച്ചു. She grabs Ajit's matchbox that's lying near his cigarettes on the table. അജിത്തിൻ്റെ ആ മാച്ച് ബോക്സ്, തീപ്പെട്ടി അവൾ ചാടിയെടുത്തു. അതവിടെ അജിത്തിൻ്റെ ടേബിളിൽ ഇരിക്കുകയായിരുന്നു. ആൻഡ് ഷീ ലൈറ്റ്സ് എ മാച്ച് സ്റ്റിക്ക് ആൻഡ് ടച്ചസ് ഇറ്റ് ടു ഹെർ സാരി. അവൾ ആ തീപ്പെട്ടി ഉരച്ചിട്ട് അവളുടെ സാരിയിലേക്ക് പിടിപ്പിച്ചു. ഇൻസ്റ്റൻ്റ്ലി ഇറ്റ് ഫ്ലെയർസ് അപ്പ് ദ വെരി ഫൈൻ ആങ്കിൾ ഓഫ് എ വെൽത്തി വൈസ് സാരി. പെട്ടെന്ന് തന്നെ തീ ആളിപ്പടർന്നു. നമുക്കറിയാം, തീപ്പെട്ടി ഉരച്ച് സാരിയുടെ അറ്റത്ത് പിടിപ്പിച്ചാൽ തീ അങ്ങ് ആളിപ്പടരും. ദ വെരി നെക്സ്റ്റ് ഇൻസ്റ്റൻറ്റ് അജിത്ത് ഹാവ് യു ഗോൺ മാഡ്. പെട്ടെന്ന് തന്നെ അജിത്ത് സംയമനം പാലിച്ചു. പെട്ടെന്ന് ചാടി അവളോട് ചോദിച്ചു, നിനക്ക് ഭ്രാന്തായോ? ഹി സേസ് ആൻഡ് ജംപ്സ് ടു ഹർ സൈഡ് ആൻഡ് ഗ്രാബ്സ് ദ ബേണിംഗ് പാച്ച് ആൻഡ് സ്ലാപ്സ് ഇറ്റ് ബിറ്റ്വീൻ ഹിസ് ഹാൻഡ്സ് ആൻഡ് പുട്ട് ഔട്ട് ദ ഫയർ. പെട്ടെന്ന് തന്നെ ആ സാരിയുടെ തുമ്പ് കയ്യിലെടുത്ത് അത് ഒരു തരത്തിൽ തീ അണച്ചു. ആൻഡ് ടു ടെൽ ദ ട്രൂത്ത് നൗ ഹീ ഈസ് എ ലിറ്റിൽ അഫ്രൈഡ്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ അജിത്തും ഒരല്പം ഭയന്നു പോയി. ഹീ ലുക്സ് ഫിയർഫുള്ളി അറ്റ് നോമിതാസ് ഫേസ്. നോമിതയുടെ മുഖത്തേക്ക് വളരെ ഭയത്തോടു കൂടിയാണ് നോക്കിയത്. സീസ് എ ഫയർ ബേണിംഗ് ദെയർ ബ്രൈറ്റ് ബ്ലേസിംഗ് റെഡ്. അവളുടെ മുഖം ചുവന്ന് തുടുത്ത് സൂര്യനെ പോലെ ചുവന്ന് പ്രകാശിക്കുന്നു. He doesn't have the courage to put out that fire by slapping it between his hands. സാരിയെ തീ പിടിച്ചപ്പോൾ എളുപ്പമായിരുന്നു, കൈകൊണ്ട് തല്ലിക്കെടുത്തി. പക്ഷേ അവളുടെ മുഖത്തെ ആ ദേഷ്യം കെടുത്താനായിട്ട് ഒരു നിവൃത്തിയുമില്ല. വിത്ത് ഗ്രേറ്റ് ഡിഫിക്കൽറ്റി ഹി അറ്റംപ്റ്റ്സ് ടു സ്പീക്ക് നോർമലി. വളരെ ബുദ്ധിമുട്ടി, വളരെ വിഷമത്തോടുകൂടി അദ്ദേഹം പതുക്കെ പറയാൻ തുടങ്ങി. യു ലൂസ് ഓൾ കോമൺ സെൻസ് വെൻ യു ഗെറ്റ് ആംഗ്രി ഡോണ്ട് യു. നിനക്ക് ദേഷ്യം വരുമ്പോൾ നിന്റെ കോമൺ സെൻസ് പോലും ഇല്ലാതാവുകയാണോ? നിനക്ക് സാമാന്യ ബോധമില്ലേ? എ വുമൺ ആൻഡ് സച്ച് ആങ്കർ. ഒരു സ്ത്രീയും ഇതുപോലെയുള്ള അരിശവും അത് നമുക്ക് സഹിക്കാൻ പറ്റില്ല. ഹൂ നോസ് വാട്ട് നോമിത വുഡ് ഹാവ് സെഡ് നെക്സ്റ്റ് ബട്ട് റൈറ്റ് ദെൻ ഹർ നീസ് റിനി സ്റ്റെപ്സ് ഇൻ ടു ദ റൂം. നമുക്കറിയില്ല നോമിത അതിന് മറുപടിയായിട്ട് എന്താണ് പറഞ്ഞതെന്ന്. കാരണം ആ നിമിഷം തന്നെ നോമിതയുടെ നീസ് റിനി ആ മുറിയിലേക്ക് കയറി വന്നു. Immediately she says piercingly, so Khurima, how much longer does the Vashama have to wait? റിനി ഓടി വന്നിട്ട് പറഞ്ഞു, ഖുരീമ എത്ര സമയം വേണം? ആ വാഷർമാൻ എത്ര സമയമായിട്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നു? ഇഫ് യു ഡോണ്ട് വാണ്ട് ടു ഗിവ് ഹിം എനി ഓഫ് യുവർ ക്ലോത്ത്സ് അറ്റ്ലീസ്റ്റ് ടെൽ ഹിം ദാറ്റ്. നിങ്ങൾക്ക് തുണിയൊന്നും കൊടുക്കാനില്ല എങ്കിൽ അത് പറയുകയെങ്കിലും വേണ്ടേ? For a second or two, നോമിത ഈസ് സ്റ്റിൽ പെർഹാപ്സ് റീകോളിംഗ് ദ വാഷർമാൻസ് ഫേസ്. പെട്ടെന്ന് നോമിത ഓർത്തു, ഈ സംഭവമൊക്കെ നടക്കുന്നത് എന്തുകൊണ്ടാണ്? വാഷർമാന് കൊടുക്കാനായിട്ട് ഡ്രസ്സ് എടുത്ത സമയത്ത് അതിൻ്റെ പോക്കറ്റിലൊന്ന് സെർച്ച് ചെയ്തതാണ്. അപ്പോൾ കിട്ടിയ ലെറ്ററാണ് ഈ വഴക്കിലേക്ക് കടന്ന്. വെയിറ്റിംഗ് ഫോർ ഹർ ഡൗൺ സ്റ്റെയേഴ്സ്. വാഷർമാൻ അവിടെ വെയിറ്റ് ചെയ്യുകയാണ് ഡൗൺ സ്റ്റെയേഴ്സിൽ. ദെൻ ഷീ പിക്സ് അപ്പ് ദ ഡേർട്ടി ക്ലോത്ത്സ് ആൻഡ് സ്റ്റാർട്ട്സ് സോർട്ടിങ് ദം. പെട്ടെന്ന് തന്നെ ആ ഡേർട്ടി ക്ലോത്ത്സ് ഒക്കെ എടുത്ത് പതുക്കെ അത് സോർട്ട് ചെയ്യാൻ തുടങ്ങി, തരംതിരിക്കാൻ തുടങ്ങി. ഷീ സെയ്സ് ഇൻ എ കാം ടോൺ. വളരെ ശാന്തമായിട്ട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഗോ ടെൽ ഹിം ഐ ആം കമ്മിങ്, ഐ ആം ബ്രിങ്ങിങ് ദ ക്ലോത്ത്സ്. ഞാൻ വസ്ത്രവുമായിട്ട് വരുന്നുവെന്ന് നീ അവനോട് പറഞ്ഞേക്ക് എന്ന് പറഞ്ഞിട്ട് വളരെ ശാന്തമായിട്ട് ആ വസ്ത്രങ്ങൾ തരംതിരിക്കാൻ തുടങ്ങി. നോമിത സ്പീക്സ് ഹർ മൈൻഡ്, സോ നോ വൺ അറ്റാക്സ് ഹർ ഔട്ട് റൈറ്റ് to her face. They only pinch her with sharp words. അല്ലേ, നോമിത മനസ്സിൽ സംസാരിക്കുകയാണ്. മനസ്സിൽ ആകുമ്പോൾ ആരും വേദനിപ്പിക്കില്ല. Her second sister-in-law is almost exhausted with work this morning. രാവിലെ സെക്കൻഡ് സിസ്റ്റർ-ഇൻ-ലോ വീട്ടിലെ ജോലികളെല്ലാം ചെയ്ത് മടുത്തിരിക്കുകയാണ്. And seeing her, she puts a twisted smile on her sweat-stretched face and says, വിയർത്ത് കുളിച്ചിരിക്കുന്ന മുഖത്തുനിന്ന് വിയർപ്പൊക്കെ ഇങ്ങനെ തുടച്ചിട്ട് ചിരിച്ചുകൊണ്ട് പറയുകയാണ്, വെൽ ദാറ്റ്സ് സംതിങ്, അറ്റ്ലീസ്റ്റ് യു ഫൈനലി ഡിസൈഡ് ടു കം ഡൗൺ ഫ്രം അപ്സ്റ്റേഴ്സ് ബാബ. നീ രാവിലെ അങ്ങോട്ട് കയറിയതാണല്ലോ, ഒരു തരത്തിൽ നീ ഒന്ന് ഇറങ്ങി വരാനെങ്കിലും തീരുമാനിച്ചല്ലോ, നന്നായി. ദർ ഇസ് നോ ഗുഡ് ഓർ ബാഡ് ടൈം ഫോർ യു. നിനക്ക് അതിന് നല്ല കാലമല്ലേ, മോശക്കാലമൊന്നുമില്ലല്ലോ. You find the smallest excuse to go into your room and got cozy with your husband. ഒരു ചെറിയ കാര്യം കിട്ടിയാൽ നീ ഉടനെ എന്ത് ചെയ്യും? നീ റൂമിലേക്ക് കയറി നിന്റെ ഹസ്ബൻഡുമായിട്ട് പ്രേമസല്ലാപത്തിലല്ലേ.
ഡസ് ദ ലവ് ടോക്ക് നെവർ ഗെറ്റ് ഓൾഡ്? നിങ്ങളുടെ ഈ പ്രേമസല്ലാപം ഒരിക്കലും അവസാനമില്ലാത്തതാണോ? ഓക്കെ, വി ക്യാൻ വൈൻഡ് അപ്പ് ഹിയർ ആൻഡ് നെക്സ്റ്റ് പോർഷൻ we can continue in the next day.